14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്റെ ഹൃദയത്തിൽ ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവളുടെ പേര് ഫാത്തിമ എന്നാണ്. ഫാത്തിമ ചിരിക്കുന്നത് റസൂലുള്ള ചിരിക്കുന്നത് പോലെയാണ്. ഫാത്തിമ നടക്കുന്നത് പ്രവാചകൻ നടക്കുന്നത് പോലെയാണ്. ഫാത്തിമ ബിബി ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോ ആ സദസ്സിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് ഫാത്തിമ ബിബിയെ അവിടെ ഇരുത്തുമായിരുന്നു. എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ചല്ലാതെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. ആ ഫാത്തിമ ബിബിയുടെ കൈ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഫാത്തിമ, ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിക്ക് മുകളിലെ സകല സൗഭാഗ്യങ്ങളും നീ എന്നോട് ചോദിച്ചാൽ ഒരുപക്ഷെ നിന്റെ ബാപ്പയാകുന്ന എനിക്കത് നിനക്ക് തരാൻ കഴിയും. പക്ഷേ നാളെ നീ കിടക്കുന്ന 6 അടി മണ്ണിൽ ആ ഖബറിനൊരു വിശാലതയുണ്ടാകുവാനും നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും എന്റെ മകൾ എന്നോട് ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ ഈ ഉപ്പക്ക് കഴിയില്ല എന്ന് പറഞ്ഞത്, ലോകത്തൊരിക്കലും കള്ളം പറയാത്ത, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നാം യാത്ര പോകുന്നത് നാം ഒറ്റക്കാണ്. 6 അടി മണ്ണിലേക്ക് നാം യാത്രയാകുന്നു. ഒരുപാട് ആളുകൾ നമ്മെ യാത്രയേക്കാൻ കടന്നു വരും. ആ മണ്ണിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് അവരൊക്കെ തിരിച്ചു പോരും. തിരിച്ചു പോരുമ്പോ നമുക്ക് കൂട്ടിനുണ്ടാകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ്.